നമസ്കാരം. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ജീവിതത്തിൽ ഗ്രഹങ്ങൾക്ക് എന്താണ് സ്ഥാനം എന്നുള്ളത്. ഒരു വലിയ ചോദ്യമാണ്. ഇതൊരു 3 മിനിറ്റിലോ 4 മിനിറ്റിലോ എന്നും പറയാൻ സാധിക്കില്ല. ചുരുക്കി പറയുവാനായിട്ട് ശ്രമിക്കാം. ഗ്രഹങ്ങൾ, താരാഗ്രഹങ്ങൾ എന്നിങ്ങനെയുണ്ട്. ഉദാഹരണം നമുക്ക് നോക്കാം. എന്താണ് സ്ഥാനം എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരം മതി. ഒരു വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സൂര്യന് എന്താണ് സ്ഥാനം, ചന്ദ്രന് എന്താണ് സ്ഥാനം എന്ന് ചിന്തിക്കുക. ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. ആ ചിന്ത ഉള്ളിലേക്ക് വീണ്ടും 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 ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാകയാൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ തെളിയും സൂര്യചന്ദ്രന്മാരെക്കുറിച്ച്. അങ്ങനെ നവഗ്രഹങ്ങൾ ഏവർക്കും അറിയാം, പ്രസിദ്ധമാണ്. എന്താണ് നവഗ്രഹങ്ങളുടെ ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ്. അവിടെ 2 വിഷയങ്ങളാണ് നവഗ്രഹങ്ങളെ കൊണ്ട് നാം ചിന്തിക്കുന്നത്. ഒന്ന്, നവഗ്രഹങ്ങൾ നമ്മളെ ബാധിക്കുന്നു, മറ്റൊന്ന് ബാധിക്കുന്നില്ല എന്നുള്ള വിഷയം. ആദ്യത്തേത്, നവഗ്രഹങ്ങൾ ബാധിക്കുന്നു. ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും എന്തായാലും എൻവിറോൺമെൻ്റ് എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ കാലം എന്ന് ചിന്തിക്കുക. കാരണം ജ്യോതിശാസ്ത്രം വദത്യത്ര കാലം വൈദിക കർമ്മണാം എന്നുള്ളതാണ്. അപ്പോൾ വേദാഹി യജ്ഞാർത്ഥം അഭിപ്രവൃത്താഹ കാലാനുപൂർവ വിഹിതാശ്ച യജ്ഞാഹ തസ്മാദിതം കാലവിധാനശാസ്ത്രം യോ ജ്യോതിഷം വേദസ വേദയജ്ഞാൻ എന്ന് പറയുന്നു. അപ്പം അങ്ങനെ കാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതിൽ ഉള്ളടങ്ങുന്ന പ്രകൃതി, കാലം, അതിലുള്ള ക്ലൈമറ്റ്, വെതർ, ഇതെല്ലാം തന്നെ നമ്മളുടെ ചുറ്റുമുള്ള വിഷയങ്ങൾ ഗ്രഹബാധിത്വം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ മുഹൂർത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഗ്രഹങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ് ഇന്ന കാലം അനുകൂലമാണ്, ഇന്ന കാലം പ്രതികൂലമാണ്. ഓരോ സന്ദർഭത്തിനും ഓരോ ഈവൻറ്റിനും ഇന്ന കാലങ്ങൾ അനുകൂലമാണ്, ഇന്ന കാലങ്ങൾ പ്രതികൂലമാണ്. ഇതെന്തിനെ അടിസ്ഥാനമാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഥമദൃഷ്ട്യാ പഞ്ചാംഗം സൂര്യചന്ദ്രന്മാർ, സൂര്യനെയും ചന്ദ്രനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ വാരങ്ങളെല്ലാം തന്നെ ഉള്ളത് ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ പേര് വെച്ചിട്ടാണ്. രണ്ടാമത്തെ വിഷയം, നവഗ്രഹങ്ങൾ നമ്മളുടെ കർമ്മഫലത്തെ, പ്രാരബ്ധ കർമ്മഫലം അതിനെ ജാതകത്തിലൂടെ സൂചിപ്പിക്കുന്നു എന്നുള്ള വിഷയമാണ്. അവിടെ ഗ്രഹബാധിത്വം ഇല്ല. അവിടെ എപ്രകാരമാണോ ഒരു തെർമോമീറ്റർ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഊഷ്മാവിനെ കാണിച്ചു തരുന്നത്, തെർമോമീറ്റർ അല്ല പനിക്ക് കാരണം, അതുപോലെ നവഗ്രഹങ്ങൾ ജാതകത്തിലൂടെ, ഗ്രഹനിലയിലൂടെ അവനവൻ ചെയ്ത, കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മങ്ങളെ കാണിച്ചു തരികയാണ്. അതിനെ പ്രാരബ്ധ കർമ്മം എന്ന് പറയും. അപ്പോൾ പ്രാരബ്ധ കർമ്മം എങ്ങനെയാണ്, എന്താണുള്ളത് എന്ന് അറിയേണ്ടവർ മാത്രം ജാതകം നോക്കുക, അല്ലാത്തവർ നോക്കരുത്. വെറുതെ അതിൻ്റെ പുറകെ പോയി ഭയപ്പാടോടുകൂടി പോയി സമയം കളയരുത്. പക്ഷേ പ്രാരബ്ധകർമ്മം, അവനവൻ്റെ കർമ്മം അറിയണം. ഞാൻ നല്ലതിലേക്ക് നീങ്ങണം. എന്താണ് അനുഭവിക്കുവാനുള്ളത് അത് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ഇതെൻ്റെ തന്നെ കർമ്മം, ഞാൻ സ്വയം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുകയാണ് എന്ന ബോധം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജാതകം നല്ലൊരു വഴികാട്ടിയാണ്. നമ്മുടെ പ്രാരബ്ധകർമ്മത്തെ പറഞ്ഞു തരാനായിട്ട് ലോകത്ത് വേറെ ഒരു ശാസ്ത്രവും ലഭ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ നാം ഇന്ന് ഈ ഗ്രഹത്തെ എല്ലാം കൂടി, ഗ്രഹം നമ്മളെ എന്തോ ചെയ്യുന്നു എന്ന രീതിക്ക് പറഞ്ഞത് അങ്ങനെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. അതൊക്കെ നമുക്ക് മാറ്റാം. ഇവൻച്വലിയെ സാധ്യമാകുകയുള്ളൂ. എന്നിരുന്നാലും ഇവിടെ 2 വിഷയം പറഞ്ഞു. അതിൽ രണ്ടാമത്തെ വിഷയമാണ് ഗ്രഹങ്ങൾ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു. ജാതകത്തിലൂടെ, ഗ്രഹനിലയിലൂടെ നമ്മുടെ തന്നെ പ്രാരബ്ധസജ്ഞ മനുഷ്യജാതവും ജാതക ചിന്തനം. പ്രാഗ് ജന്മ ആർജിത പുണ്യാഘ പ്രാബല്യോദ്രേക ഹേതുതഃ പ്രാരബ്ധസജ്ഞ മനുഷ്യജാതവും ജാതക ചിന്തനം എന്ന് പറയുന്നു. പൂർവ്വജന്മാർജിതം കർമ്മ ശുഭം വാ ഇതി വാ ശുഭം തസ്യ പങ്ക്തിം ഗ്രഹാഹ സർവേ സൂചയന്തി ജന്മനി. ഗ്രഹാഹ സർവേ സൂചയന്തി, ഗ്രഹങ്ങൾ സൂചിപ്പിച്ചു തരുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ ഒരു വിഷയത്തെ നാം ഗ്രഹങ്ങൾ ചെയ്യുന്നു എന്നാക്കി മാറ്റി. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ശരി, കർമ്മം എന്നുള്ള ഒരു വാക്കില്ലെങ്കിൽ പിന്നെ ജാതകം, ഗ്രഹനില എന്നൊന്നില്ല എന്ന് മാത്രമെങ്കിലും ഏവരും മനസ്സിലാക്കുക. അപ്പോൾ കർമ്മം എന്ന് പറയുമ്പോൾ അവിടെ ഇച്ഛാശക്തി വന്നു കഴിഞ്ഞു. അവനവൻ്റെ സ്വന്തം ഇച്ഛാശക്തി. ഭഗവത്ഗീതയിൽ പറയുന്നു, അർജുന നീ പോയി കർമ്മം ചെയ്യ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അർജുനൻ അവിടെ ഫ്രീ വിൽ, ഇച്ഛാശക്തി ഉണ്ടാകണം എന്നുള്ളത്. അങ്ങനെ ഇച്ഛാശക്തി ഇല്ലെങ്കിൽ പറയേണ്ട കാര്യമേ ഇല്ല, നീ ചുമ്മാ ഇരുന്നാൽ മതി, കാര്യങ്ങളെല്ലാം നടന്നുകൊള്ളും എന്നുള്ളത്.
ആയതിനാൽ ഇതിൽ നിന്ന് വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു. പ്രാരബ്ധകർമ്മം അറിവാനായിട്ട് ഗ്രഹങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ള വസ്തുത ഏവരും മനസ്സിലാക്കുക. നമസ്കാരം.